തത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 71 സങ്കീർത്തനം 14 തിരുവചനം. സങ്കീർത്തകൻ വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. എത്ര മനോഹരമായ വചനമാണ്. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ആത്മാവ് നൽകി. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഈ ലോകത്തിലെ അനീതികളും അസ്വസ്ഥതകളും അക്രമങ്ങളും അസമാധാനവും യുദ്ധക്കെടുതികളും ദൈവദൂഷണവും ദൈവനിഷേധവും പാപമ്ലേച്ഛതയുടെ അതിപ്രസരങ്ങളും എന്നു വേണ്ട വിവിധങ്ങളായ ദുരിതങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികൾ മൂലം ഇന്ന് അനേകം ജീവിതങ്ങൾ നിരാശയുടെ ബന്ധനത്തിലാണ്. ഒന്ന് ഉള്ളു തുറന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് എത്രയോ നാളുകളായി. മനസ്സ് തുറന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും അനേകർക്ക് ഇന്ന് സാധിക്കുന്നില്ല. അത്രമാത്രം പ്രതിസന്ധികൾ, ദുരിതങ്ങൾ ഇവയെല്ലാം അനേകം ജീവിതങ്ങളെ ഞെരുക്കുകയാണ്. ഇതുമൂലം പലരും നിരാശിതരും വിഷാദത്തിലേക്ക് പോകുന്നു. ഇവിടെയാണ് സങ്കീർത്തകൻ നമ്മോട് വിളിച്ചു പറയുന്നത്, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിനെല്ലാം മറികടന്ന് കൃപയോടെ മുന്നേറുവാനുള്ള അഭിഷേകവും കരുത്തും കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ്. ആർക്കാ പ്രതിസന്ധികളില്ലാത്ത? ഏത് വ്യക്തിക്കാ സഹനങ്ങളില്ലാത്ത? ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സഹനങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഈ സഹനത്തിന് നടുവിൽ, വേദനകളുടെ നടുവിൽ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുടെയും തകർച്ചകളുടെ നടുവിൽ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റണം, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും. എനിക്ക് പ്രത്യാശിക്കുവാൻ എൻ്റെ കർത്താവുണ്ട്. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അഭയമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. എൻ്റെ ആശ്രയത്വം എൻ്റെ യേശുവിലാണെന്ന് ഉറച്ചു ഉച്ചത്തിൽ പ്രഖ്യാപിക്കുവാൻ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ നഷ്ടധൈര്യരാകുകയില്ല, നമ്മൾ നിരാശിതരാവുകയില്ല. പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ വിഷാദത്തിലാണ്ട് നമ്മുടെ ജീവിതം നരകതുല്യമാക്കുകയില്ല. ഈ വചനത്തിന്റെ ഉറപ്പിൽ വിശ്വസിക്കുക. ഈ വചനത്തിന്റെ തീ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ വേദനകൾ, നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. അതിന്മേലെല്ലാം കർത്താവിന്റെ ചങ്കിലെ ചോര ഒഴുകപ്പെടുവാൻ, കർത്താവിന്റെ തിരുച്ചോരയാൽ അതെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവിന്റെ പരിശുദ്ധ രക്തം വീഴുവാൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും തിരുരക്തത്തിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്കുണ്ടാകുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തം അമൂല്യമാണ്. യേശുവിന്റെ രക്തം പരിശുദ്ധമാണ്. യേശുവിന്റെ രക്തം നിഷ്കളങ്കമാണ്. യേശുവിന്റെ രക്തം നമ്മെ രക്ഷിക്കുന്നതാണ്, നമ്മെ അനുഗ്രഹിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം വലതുകരം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച, കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ കഴുകണമേ. യേശുവിന്റെ തിരുച്ചോരയെ യേശുവിന്റെ തിരുച്ചോരയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളെ അഭിഷേചിക്കണമേ. ഞങ്ങളെ അഭിഷേചിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കരങ്ങൾ അടിച്ച് ഒരു മനസ്സോടെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുകയാണ്. യേശുവിന്റെ തിരുച്ചോര പെരുമഴ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കർത്താവ് വർഷിക്കുന്ന സമയം, മുഖ്യദൂതന്മാർ ഇറങ്ങി വരുന്ന സമയം, വിശുദ്ധ മിഖായേല്, ഗബ്രിയേല്, റാഫയേല്, കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ പരിശുദ്ധ രക്തം തളിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ രക്തമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ രക്തമേ. ഹോളി ബ്ലഡ്, ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ഹീൽ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് കരമടിച്ച് ഒരു കുടുംബമായ ഒരു മനസ്സോടെ ചേർന്ന് പാടി സ്തുതിക്കുന്നു. ആമേൻ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ രക്തമേ, തിരുച്ചോരയെ ഞങ്ങളെ കഴുകണമേ, കഴുകണമേ, ശുദ്ധീകരിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. പൈശാചിക പീഡകൾ, നാരിക ശക്തികൾ യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ നിർവീര്യമാകട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ആമേൻ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, മക്കളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക് യേശുവിന്റെ തിരുച്ചോര പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ആഗ്രഹിച്ച് എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടുകേ. മാലാഖമാരോട് ചേർന്ന്, മുഖ്യദൂതരോടൊപ്പം, മിഖായേല്, ഗബ്രിയേല്, റാഫയേല്, കർത്താവിന്റെ തിരുച്ചോര ഞങ്ങളെ മേൽ തെളിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തെളിക്കണമേ, തലമുറകളിലേക്ക് തെളിക്കണമേ. Blood of Jesus, blood of Jesus. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, കറയില്ലാത്ത രക്തം, അമൂല്യ രക്തം, പരിശുദ്ധ രക്തം. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ഒന്നിച്ചൊരു മനസ്സോട് ഒറ്റ വിളി. യേശുവിന്റെ രക്തമേ, അറിയില്ലാത്ത രക്തമേ, അമൂല്യ രക്തമേ, പരിശുദ്ധ രക്തമേ, ഞങ്ങളുടെ മേൽ വീഴുക. ഓരോ കുടുംബത്തിലേക്കും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. തലമുറകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക് യേശുവിന്റെ തിരിച്ചോരൊഴുകട്ടെ. പിശാചിന്റെ തലയെ തകർത്ത, ഞങ്ങളെ പൂർണ്ണമായി വീണ്ടെടുത്ത് രക്ഷിച്ച യേശുവിന്റെ തിരുരക്തമേ, തിരുച്ചോരയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ മലിനതകളിൽ നിന്നും, എല്ലാ പൈശാചിക ആധിപത്യങ്ങളിൽ നിന്നും, സാത്താന്റെ പിടികളിൽ നിന്നും, അവന്റെ കെണികളിൽ നിന്നും ഞങ്ങൾ അത്ഭുതകരമായി രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ചങ്കിലെ ചോരയുടെ മറവിൽ ഞങ്ങളെ മറച്ച് സൂക്ഷിക്കണമേ. ബ്ലസ്, ബ്ലസ്,
ബ്ലെസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, കർത്താവായ യേശുവിനെ തിരിച്ചറിയാൽ വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ കുടുംബങ്ങൾ, തലമുറകൾ, സമൂഹങ്ങൾ കഴുകപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും മുദ്ര ചെയ്യപ്പെടുവാനും അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ അന്ത്യനാളുകളിൽ പിശാചിന്റെ കെണികളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതെ കർത്താവിനും പരിശുദ്ധ സഭയ്ക്കും ധീരസാക്ഷികളായി ഞങ്ങൾ പ്രശോഭിതരാകുവാൻ നമ്മുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് തരണമേ. ശൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ജൂലൈ മാസം കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന മാസമാണ്. തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ തിരുച്ചോരയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ അമൂല്യമായ രക്തം എത്ര വിലപ്പെട്ടതാണ്. ഈശോയുടെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങൾ അനന്തമാണ്. നമുക്ക് ലഭ്യമായ വീണ്ടെടുപ്പും നിത്യമായ രക്ഷയും നമുക്കെന്തുമാത്രം പ്രത്യാശയും ആനന്ദവും തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ ദിനങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തെക്കുറിച്ചും ആ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയും, എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുച്ചോരയ്ക്ക് ഇത്രമാത്രം ശക്തിയും മഹത്വവുമെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് ഈ നാളുകളിൽ വളരെ പ്രസക്തവും അത് കാലോചിതവുമാണ്. നമ്മുടെ കർത്താവിനെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ ലോകം ഇന്ന് അകറ്റി നിർത്തുന്ന, മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാൻ കഴിയും. ലോകവ്യാപകമായ ഒരു ക്രൈസ്തവ വിരുദ്ധത നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം സകലരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും. നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രവചന വാക്കുകൾ സഭാചരിത്രത്തിലെ എല്ലാ നാളുകളിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുഗാന്ത സഭയിൽ ഈ നാളുകളിൽ നമ്മൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രമല്ല, ലോകവ്യാപകമായി ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ഒത്തിരി ഒത്തിരി പെരുകി 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 വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്താ? കർത്താവിനെ എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റുകയാണ്. കർത്താവിൻ്റെ വചനത്തെ, സുവിശേഷ സത്യങ്ങളെ, സുവിശേഷ മൂല്യങ്ങൾ, ഇതെല്ലാം ഈ തലമുറയിൽ നിന്ന് അകറ്റിക്കളയാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ ഈ നാളുകളിൽ സംഭവിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അനന്തമായ ശക്തിയും അതിൻ്റെ യോഗ്യതയും എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ അത് വിലപ്പെട്ടതായിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസോസ് സഭയ്ക്ക് ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? എത്രയോ ആവർത്തി നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് പാപമോചനവും നിത്യമായ രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ! എത്ര പ്രത്യാശയുള്ള തിരുവെഴുത്ത്. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നമ്മുടെ നിത്യതയെക്കുറിച്ചോ നമ്മുടെ രക്ഷയുടെ ഉറപ്പിനെ കുറിച്ചോ നമുക്ക് ആശങ്ക വേണ്ട, ആകുലത വേണ്ട. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ പരിപൂർണമായ രക്ഷയും വീണ്ടെടുപ്പും എനിക്കും നിങ്ങൾക്കും
ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ തൻ്റെ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് തിരുരക്തത്തിൻ്റെ അനന്തശക്തി എന്തുകൊണ്ടാണ്. തിരുരക്തത്തിന് അനന്തശക്തി എന്തുകൊണ്ടാണ്? ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ഉയരുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവനും നിത്യമായി രക്ഷ കിട്ടിയത്? യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തെ പിശാച് ഭയപ്പെടും, നരകം ഞെട്ടിവിറയ്ക്കുന്നു. യേശുവിൻ്റെ തിരുച്ചോരയുടെ മുൻപിൽ പാപശക്തികൾ തകർന്നടിയുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അമൂല്യമായ രക്തത്തിൻ്റെ മുൻപിൽ ശാപബന്ധനങ്ങൾ അത് തകർന്നു പോകുന്നു. രോഗപീഠകൾ, മാറാവ്യാധികൾ നിർവീര്യമാകുന്നു. കഠിന ഹൃദയങ്ങൾ, മാരക പാപികൾ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുന്നു. ജീവിതങ്ങൾ, കുടുംബങ്ങൾ, തലമുറകൾ കർത്താവിൻ്റെ ചോരയുടെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് ഇത്രമാത്രം ശക്തി? പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. ആത്മാവിൻ്റെ നിറവിൽ യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസുകൾ ജനജീവിതങ്ങളിൽ സംഭവിക്കുന്നത്. മാറാരോഗങ്ങൾ മാറിപ്പോയി അനേകർ അത്ഭുത സൗഖ്യത്തിലേക്ക് വരുന്നു. മാനസാന്തരം നഷ്ടപ്പെട്ട് ഹൃദയകാഠിന്യത്തിലായിരിക്കുന്ന പല ആത്മാക്കളിലേക്കും കർത്താവിൻ്റെ തിരുച്ചോരയുടെ അഭിഷേകം ഒഴുകപ്പെടുമ്പോൾ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു, അനുതാപമുണ്ടാകുന്നു, ജീവിതങ്ങൾ യേശുവിനായി രൂപാന്തരപ്പെടുന്നു. എത്രയെത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് ഇത്രമാത്രം ശക്തി? അപ്പോസ്തലൻ യോഹന്നാൻ സഭയെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വചനം. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ സകല പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തവും അവിടുത്തെ തിരുശരീരവും. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളിലൂടെ നമുക്ക് സമ്പൂർണമായ പാപ പരിഹാരമുണ്ടായി, പാപമോചനമുണ്ടായി, നമുക്ക് നിത്യമായ ജീവൻ ലഭിക്കുകയാണ്. ഇനി നിത്യമരണത്തിന് നമ്മുടെ മേൽ അവകാശമില്ല, അധികാരമില്ല. നിത്യമായ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ എന്നേക്കുമായി വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ! ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ യേശുവിനെ കഴിവുണ്ട്. 90% 100% നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പിശാചിന്റെ പിടിയിൽ നിന്ന്, പാപത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന്, ശാപഗ്രസ്തമായ ബന്ധനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന് എല്ലാവിധ അടിമത്ത മ്ലേച്ഛതകളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, വിമോചിക്കുവാനുള്ള അധികാരവും ശക്തിയും കർത്താവായ യേശുവിനുണ്ട്. പെർഫെക്റ്റ് പവറാണ്, പെർഫെക്റ്റ് പവർ. ഒരു സാഹചര്യവും കർത്താവിനെ പ്രവർത്തിക്കാൻ തടസ്സമല്ല. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? എന്തിനാ സഹോദരൻ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? ഈ വചനം കേൾക്കുന്നതിൻ്റെ സഹോദരി, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ നീ ചങ്കുറപ്പിക്ക്. അവിടെ നിനക്ക് വിമോചനമുണ്ട്, അനുഗ്രഹമുണ്ട്, അഭിഷേകമുണ്ട്. പരിശുദ്ധ വചനം പറയുന്നു, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അവൻ്റെ വചനം നിത്യജീവന്റെ വചസ്സുകളാണ്. അവൻ്റെ തിരുമൊഴികൾ കൃപയുടെ വചസ്സുകളാണ്. അവൻ്റെ സാന്നിധ്യം മഹത്വത്തിൻ്റെ സാന്നിധ്യമാണ്. യെസ്, ഗ്ലോറിയസ് പ്രസൻസ്. നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. പെർഫെക്റ്റ് പവറാണ് നമ്മുടെ കർത്താവിനുള്ളത്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ തിരുരക്തത്തിനും തിരുശരീരത്തിനും ഇത്രയും ശക്തി, ഈ അനന്തമായ ശക്തി? എന്തുകൊണ്ട്?
അതിന് കാരണം ഹെബ്രായ പുസ്തകം 7:26 പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായിരുന്നു. 4 വിശേഷണങ്ങളാണ് ആത്മാവി വചനത്തിൽ നമ്മുടെ കർത്താവിന് നൽകുന്നത്. ഒന്ന്, അവൻ പരിശുദ്ധനാണ്. പാപത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൻ്റെ ഒരു കറയും കളകും ഏൽക്കാത്ത പരിശുദ്ധരിൽ പരിശുദ്ധനാണ് നമ്മുടെ കർത്താവ്. യെസ്, അവൻ പരിശുദ്ധനാണ്. ഈശോ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ രക്തം ഹോളി ബ്ലഡ് ആണ്. അത് പരിശുദ്ധ രക്തമാണ്. അത് കറയില്ലാത്ത രക്തമാണ്, കളങ്കമില്ലാത്ത രക്തമാണ്, അമൂല്യ രക്തമാണ്, വിലയേറിയ രക്തമാണ്, വിലപ്പെട്ട രക്തമാണ്. അത് മനുഷ്യവർഗത്തെ പൂർണ്ണമായും വീണ്ടെടുത്ത ശുദ്ധ രക്തമാണ് യേശുവിൻ്റെ തിരിച്ചോര. അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. അവൻ്റെ ശരീരം പരിശുദ്ധമാണ്. സഹോദരങ്ങളെ, പിശാചിനെ കർത്താവിൻ്റെ രക്തശരീരങ്ങളുടെ മേൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു പാപം പോലും നമ്മുടെ കർത്താവിലില്ല. രണ്ടാമത്, ദോഷരഹിതൻ, യാതൊരു ദോഷങ്ങളും കുറ്റങ്ങളും ഇല്ലാത്തവൻ. മൂന്നാമത്, നിഷ്കളങ്കൻ, കാപഢ്യത്തിൻ്റെ, കപടതയുടെ, ചതിയുടെ, വഞ്ചനയുടെ, അവിശ്വസ്തതയുടെ ഒരു കണിക പോലും ലവലേശമില്ലാത്ത പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ലൈഫ്, പൂർണ്ണതയുള്ള ജീവിതം. പരിശുദ്ധ വചനം വിളിക്കുന്നത് പെർഫെക്റ്റ് ലൈഫ്. കർത്താവിൻ്റെ ജീവൻ പൂർണ്ണതയുള്ളതാണ്. ഒരു കുറവുമില്ല, അതിനൊരു കുറ്റവുമില്ല. അത് പരിപൂർണമാക്കപ്പെട്ടതാണ്. പെർഫെക്റ്റ് ലൈഫാണ്. പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യം അത് 3 തലങ്ങളിലുള്ള സാക്ഷ്യമാണ്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം സാക്ഷ്യപ്പെടുത്തി നമ്മുടെ കർത്താവ് പെർഫെക്റ്റ് ലൈഫ്, പരിപൂർണ ജീവിതമായിരുന്നു. ലോകം സാക്ഷ്യപ്പെടുത്തി, നരകം സാക്ഷ്യപ്പെടുത്തി. ലൂക്കായുടെ സുവിശേഷം 3:22 ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവപിതാവ് സാക്ഷ്യം നൽകുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും താബോർ മലയിൽ നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ ശമത്തായുടെ സുവിശേഷം 17:5 വീണ്ടും കാണുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപിതാവിൻ്റെ സാക്ഷ്യമാണ് സ്വർഗത്തിൻ്റെ അംഗീകാരം. ഇവൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്, ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവനാണ്. ഇവൻ നിഷ്കളങ്കനാണ്, പെർഫെക്റ്റ്, പരിപൂർണനാണ്. സ്വർഗത്തിൻ്റെ സാക്ഷ്യം. ഇനി ലോകം മനുഷ്യനെ സാക്ഷ്യപ്പെടുത്തിയത് കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യൂദയായിലെ റോമൻ ഗവർണറായിരുന്നു പിലാത്തോസ്. കർത്താവിനെ പരിശോധിച്ച ശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 18:36 ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 19:4 വീണ്ടും പിലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 19:6 മൂന്നാം പ്രാവശ്യം വിളിച്ചു പറയാണ്, ഒരു കുറ്റവും ഞാൻ യേശുവിൽ കാണുന്നില്ല. പെർഫെക്റ്റ് ലൈഫ്, പെർഫെക്റ്റ്, പരിശുദ്ധരിൽ പരിശുദ്ധൻ. ആ ശതാധിപൻ എന്താ വിളിച്ചു പറഞ്ഞത്? 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ കാണാം. മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും ലൂക്കാ സുവിശേഷത്തിലും കാണാൻ പറ്റും. ഈശോയുടെ മരണസമയത്ത് ശതാധിപന് മനസ്സിലായി ഇവൻ വെറും ഒരു സാധാരണക്കാരനല്ല. അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഹല്ലേലൂയ, സൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ഏകപുത്രനാണ് കർത്താവായ യേശു. നമ്മുടെ വിശ്വാസത്തിന്റെ ബേസാണ് ആ ശതാധിപൻ ഉറക്കെ പ്രഖ്യാപിച്ചത്. യൂദാസ് എന്താ വിളിച്ചു പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-4 വചനങ്ങളിലോട്ട് വരണം. അവനാകെ ഹൃദയനുറുക്കത്തോടെ പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തൊറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്, കറയില്ലാത്ത രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, അമൂല്യ രക്തമാണ്. എൻ്റെ ഗുരു, എൻ്റെ കർത്താവ്, അവൻ നിർദോഷനാണ്, ഒരു ദോഷമില്ലാത്തവനാണ്. ഞാൻ അവൻ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് കുറ്റബോധത്തോടെ ആ പണസഞ്ചി വലിച്ചെറിഞ്ഞ് അവൻ പോയി കെട്ടിത്തൂങ്ങി ചാവുകയാണ്. സഹോദരങ്ങളെ,
നിഷ്കളങ്ക രക്തത്തൊറ്റിക്കൊടുത്തു. അപ്പോൾ മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ, ഇനി നരകത്തിൻ്റെ സാക്ഷി, പിശാച് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് എത്രയോ പ്രാവശ്യം പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ കണ്ട മാത്രയിൽ പിശാച് വിളിച്ചു പറയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം നമുക്ക് 5ഉം 6ഉം അധ്യായങ്ങളിലൊക്കെ കാണാൻ പറ്റും. നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. പിശാച് ഭയന്ന് പറച്ച് വിളിച്ചു പറയാണ്, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ പരിശുദ്ധരിൽ പരിശുദ്ധൻ, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ദോഷരഹിതനാണ്, അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, അവൻ നിഷ്കളങ്കനാണ്, ഒരിക്കൽ പോലും പാപമേശാത്തവനാണ്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ജീവിതമില്ല. ദൈവത്തിന്റെ സാക്ഷാൽ കുഞ്ഞാട്, ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടായി നമ്മുടെ കർത്താവ് നമ്മെപ്പോലെ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരിക. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അവൻ പരിശുദ്ധനായിരിക്കുന്നു, ദോഷരഹിതനായിരിക്കുന്നു, നിഷ്കളങ്കനായിരിക്കുന്നു, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പിശാചിന് യാതൊരു വിധത്തിലും കർത്താവിന്റെ രക്തശരീരങ്ങളുടെ മേൽ അവകാശം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തത്തിൽ കമാൻഡ് ചെയ്യുമ്പോൾ പൈശാച കെട്ടുകൾ പൊട്ടിപ്പോകുന്നു, സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്നു, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുതകരമായ മാനസാന്തരങ്ങൾ ജനജീവിതങ്ങളിൽ ആത്മാവ് വർഷിക്കുന്നതിന് കാരണം അവന്റെ രക്തം കറയില്ലാത്തതാണ്. നമ്മുടെ കർത്താവിന്റെ രക്തം പരിശുദ്ധമാണ്, ദോഷരഹിതമാണ്. സഹോദരി സഹോദരങ്ങളെ, അത് നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്യുന്നു, ദിനം പ്രതി നമ്മെ വളർത്തി പരിപാലിക്കുന്നു. എന്തുമാത്രം അനന്തമായ അനുഗ്രഹങ്ങളും കൃപകളുമാണ് കർത്താവിൻ്റെ രക്തം ചിന്തയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജൂലൈ മാസം മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിലെല്ലാം കർത്താവിൻ്റെ തിരുരക്തത്തെ ധ്യാനിച്ചുകൊണ്ട്, യേശുവിൻ്റെ തിരുച്ചോരയെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച്, ആ പരിശുദ്ധ രക്തത്തിന് മറവിൽ എപ്പോഴും ആയിരുന്നു കൊണ്ട് നമ്മൾ ദോഷരഹിതരായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുക. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തം വളരെ പവർഫുള്ളായ വെപ്പണാണ്. ഈ ലോകത്തിൻ്റെ സകല മലിനതകളെയും, പിശാചിൻ്റെ സകലവിധ ആധിപത്യങ്ങളെയും, ജഡത്തിൻ്റെ എല്ലാവിധ ദുരാശകളെയും അതിജീവിച്ച് കൃപയോടെ, ഏറെ വിശുദ്ധിയോടെ ഈ നാളുകളിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് യേശുവിൻ്റെ തിരുച്ചോര, ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. ഓ, അതെത്ര ശ്രേഷ്ഠമാണ്, എത്രയോ പവർഫുള്ളാണ്. സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിൻ്റെ രക്തശരീരങ്ങൾക്കായി സമർപ്പിക്കാം. ഏറെ ഒരുക്കത്തോടെ, യോഗ്യതയോടെ തുറന്നുള്ള ഓരോ ദിനവും കർത്താവിൻ്റെ പരിശുദ്ധ രക്തവും അവൻ്റെ പരിശുദ്ധ ശരീരവും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകട്ടെ. വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ നിയോഗങ്ങളെയും, നമ്മുടെ സകലവിധ ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് അവൻ്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.